കോഴിയട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞെടുക്കാം. അതുപോലെ ചെറുതായി അരിഞ്ഞ കറിവേപ്പിലയും ഇതിലേക്ക് 2 പച്ചമുളക് കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നന്നായി തേങ്ങക്കൊരു മൂത്ത് വരുന്നത് നമുക്ക് നന്നായി അയറ്റിയെടുക്കണം. നമ്മൾ മസാലയൊക്കെ ഇട്ട് വേവിച്ച ബീഫ് നമുക്കൊന്ന് ചതച്ചെടുക്കാം. സവാളയും തേങ്ങയും വാട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, അതായത് ബീഫ് മസാല ഇത്രയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചതച്ചെടുത്തിരിക്കുന്ന ബീഫും ഇട്ട് കൊടുക്കാം. നമ്മുടെ കോഴിയുടെ പരത്താനതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. കോഴിയുടെ പരത്താനുള്ള മാവ് നമ്മൾ പത്തിരിക്ക് വാട്ടും പോലെ വാട്ടിക്കുഴച്ച് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് കോഴിയുടെ ഓരോന്നായി പരത്തിയെടുക്കാം. അങ്ങനെ പൊന്നു കോഴിയുടെ പരത്താനിരുന്നതാണേ. പൊന്നു കാണിച്ചു കൊടുക്ക്. നല്ല അമർത്തി എങ്ങനെയാ പൊന്നു പരത്തിയത് നോക്കട്ടെ. അതാ നമ്മച്ചിങ്ങനെ പരത്തി തരാം. ഇങ്ങനെ പരത്തിയെടുക്കുക. മാവ് കുഴച്ച് കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി പൊന്നു മസാല വെക്ക്. ഇനിയോ ചെറുങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ നല്ല കൈകൊണ്ട് അമർത്തി കൊടുത്താൽ മതി. അയ്യോ നല്ല സൂപ്പർ കോഴിയടാ. പരത്തി കൊടുക്കുക ചെയ്യണേ. മൂന്നൂട്ടിനും വന്നിട്ടുണ്ട് കേട്ടോ പരത്താന്. പരത്തിക്കോ മോനു. കള്ളനിപ്പോൾ മസാല മൊത്തം തിന്ന് തീർക്കും. അത്രയൊന്നും വേണ്ട, അതിന്റെ പകുതി മതി. അത് അടയൂലടാ, കുറച്ച് മതി. പകുതി എടുക്ക് മസാല അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മുടെ കോഴിയടയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് ആവിൽ വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ. നമ്മുടെ കോഴിയട റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് ബീഫ് കറിയൊക്കെ ഒഴിച്ച് ഉള്ളിലൊക്കെ വറവിട്ട് നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ വയനാട് സ്റ്റൈലിൽ കോഴിയട റെഡി ആയിട്ടുണ്ട്.